KPCC അധ്യക്ഷനായിരുന്ന ആളാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഇപ്പോൾ MP ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റിൽ മത്സരിച്ചേ മതിയാവൂ എന്ന പിടിവാശി എന്തിനാണ്? ആ പിടിവാശിക്ക് മുന്നിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? എന്തിനാണ് അവിടെ ഫ്ലെക്സുകൾ ഉയരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിങ്ങൾക്ക് അങ്ങേയറ്റം ആത്യന്തികമായി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിങ്ങളെ വിരൽ ചൂണ്ടി നിർത്താൻ കെ സുധാകരനെ അനുവദിക്കുന്നത് എന്തിനാണ്? അത് നിങ്ങളുടെ ദൗർബല്യമല്ലേ റിജിൽ? ശ്രീ ഹാഷ്മി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്തെല്ലാം കോലിട്ടിളക്കിയാലും ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിക്കും. അത് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആ രൂപത്തിൽ പ്രചരണം പറഞ്ഞതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവാണ്. ഏറ്റവും കരുത്തുറ്റ ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിന് ഒന്നും ഇല്ലാതിരിക്കല്ലോ. അവിടെ ഡൽഹിയിൽ ഒരു സീറ്റ് ഇരിക്കല്ലേ, ആ സീറ്റിൽ നിന്ന് മാറി റിജിൽ മാക്കുറ്റിയെ പോലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു യുവമുഖത്തിന് അവസരം കൊടുക്ക്, ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ എന്താണ് ശക്തി ഉണ്ടാവാത്ത എന്താണ് ഇപ്പോഴും ഒരു MLA സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ റിജിൽ? ശ്രീ ഹാഷ്മി, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി അതിൻ്റേതായ തീരുമാനം എടുക്കും. കെ സുധാകരൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണെന്നും അതൊക്കെ പാർട്ടിക്ക് വിരുദ്ധമല്ലാത്ത ഒരു തീരുമാനം എല്ലാ ഭാഗത്തും ഉണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി കെ സുധാകരനിലേക്ക് കെട്ടിക്കൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരും. അതിന് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിനും അദ്ദേഹത്തിൻ്റെ നിലപാടിനും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. നിങ്ങൾ അതിനകത്ത് കയറി ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ പാർട്ടി വിട്ട് അവിടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുഴുവൻ കോടികളുടെ ഹാപ്പിനെസ് ഫെസ്റ്റ് ഉൾപ്പെടെ നടത്തി കോടികളുടെ അഴിമതി നടത്തി CPM നേതാക്കന്മാർ കള്ളന്മാരും കൊള്ളക്കാരാണെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ തലങ്ങും വിലങ്ങ് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇതാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ അവരോട് ചോദിക്കും. കള്ളന്മാരും കൊള്ളക്കാരെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ ഞങ്ങൾ അങ്ങനെ കട്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാവും. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിക്ക് എതിരായി ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, MLA-യുടെ സ്വകാര്യ പരിപാടി, കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ കോർപ്പറേഷനകത്തും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ 5 ലക്ഷം രൂപ ഞങ്ങൾ ചോദിച്ചത് മുഴുവൻ പണം പിരിച്ച് തദ്ദേശ ദിനത്തിൻ്റെ ഭാഗമായി ഹാപ്പിനെസ് ഫെസ്റ്റ് MP ഗോവിന്ദൻ്റെ സ്വകാര്യ പരിപാടിക്ക് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആ പണം ഉപയോഗിച്ച് ദൂർത്തടിച്ച് CPM നേതാക്കന്മാർ കട്ടുമുടിച്ച് മുമ്പോട്ട് പോയത് ഈ നാടിനകത്ത് ചർച്ച ചെയ്യപ്പെടണം. അതാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഗോവിന്ദൻ്റെ പൊയ്മുഖാണ്. ഗോവിന്ദൻ്റെ കുടുംബവും കട്ടുമുടിച്ച് കാട്ടുകള്ളന്മാരുടെ കണക്കാണ് ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത്. അതാണ് നാട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവണ്ടേ? അത് നിങ്ങളുടെ ക്യാമ്പിനുള്ളിലെ കലഹം അവസാനിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായി നിങ്ങൾ കരുത്തോടെ മുന്നോട്ടിറങ്ങണ്ടേ? ഇതൊന്നും പറയാനാവാ നിങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും സ്ഥാനാർത്ഥി അങ്ങോട്ടും നടക്കുക. നിങ്ങളൊരു കാര്യം പറയട്ടെ. LDF പ്രഖ്യാപിച്ചു, CPM പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന സ്ഥാനാർത്ഥി യുദ്ധം നിങ്ങൾ കാണുന്നില്ലേ? സ്ഥാനാർത്ഥി ഒരു അപശബ്ദവും ഇല്ലാത്ത പാർട്ടിയാണ്. പണ്ടെന്താ ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിൽ നിന്ന് ഏരിയയിൽ നിന്ന് ജില്ലയിൽ നിന്ന് കേന്ദ്രം, സംസ്ഥാനം, പോളിറ്റ് ബ്യൂറോ മുണ്ടാതെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും അനങ്ങോ? ഇപ്പൊ അങ്ങനെയാണ്. കണ്ണൂർ പിണറായി വിജയന്റെ കണ്ണൂരല്ലേ ഏരിയ സെക്രട്ടറിയും നേതാക്കന്മാരും സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് തലങ്ങ് വിലങ്ങ് പാർട്ടിക്കെതിരായി പറയല്ലേ, പ്രവർത്തകന്മാർ ശരി. ഓക്കെ, താങ്കൾ പറയുന്ന പോലെ പഴയ കാലത്ത് ഇത്തരം തമ്മിലടികൾ അല്ലെങ്കിൽ ഒരു MLA സീറ്റ് വേണമെന്ന ആഗ്രഹത്തിൽ തട്ടി നിൽക്കൽ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൽ, പിൻവലിക്കലൊക്കെ ഒരു കാലത്ത് അംഗീകരിക്കപ്പെട്ടതാണ്. പുതിയ കാലത്ത് പഴയ കാലത്ത് അംഗീകരിച്ചതുപോലെ അല്ലെങ്കിൽ കെ കരുണാകരന്റെ കാലത്തൊക്കെ അംഗീകരിച്ചതുപോലെ ഇക്കാലത്തും പുതിയ തലമുറയൊക്കെ അത് നിങ്ങളുടെ ജനാധിപത്യ വിശാലത എന്ന മട്ടിൽ കാണുമോ നിങ്ങൾ ആലോചിക്കുക. അങ്ങയിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.